പ്രകാശരഹസ്യങ്ങൾ. യേശുവിൻ്റെ ബാല്യത്തിൽ നിന്നും നസ്രത്തിലെ നിഗൂഢ ജീവിതത്തിൽ നിന്നും അവിടുത്തെ പരസ്യജീവിതത്തിലേക്ക് നീങ്ങി നമ്മുടെ ധ്യാനം പ്രത്യേകമായ ഒരു വിധത്തിൽ പ്രകാശരഹസ്യങ്ങൾ എന്ന് വിളിക്കാവുന്ന രഹസ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. തീർച്ചയായും ക്രിസ്തു രഹസ്യം മുഴുവനും പ്രകാശത്തിൻ്റെ രഹസ്യമാണ്. അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12. എന്നാലും ഈ സത്യം അവിടുത്തെ പരസ്യജീവിത കാലത്ത് സവിശേഷമായ ഒരു വിധത്തിൽ ഉരുത്തിരിയുന്നു. അവിടുന്ന് ദൈവരാജ്യത്തെപ്പറ്റി പ്രഘോഷിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ ജീവിതഘട്ടത്തിലെ 5 ശ്രദ്ധേയ നിമിഷങ്ങളെ, പ്രകാശപൂർണമായ രഹസ്യങ്ങളെ ക്രൈസ്തവ സമൂഹത്തിന് നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ താഴെ കാണുന്നവ ചൂണ്ടിക്കാണിക്കുക ഉചിതമായിരിക്കും. ജോർദാനിൽ വെച്ച് നടത്തിയ അവിടുത്തെ മാമോദീസ, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് നടത്തിയ അവിടുത്തെ വെളിപ്പെടുത്തൽ, മാനസാന്തരത്തിലേക്കുള്ള വിളിയോടുകൂടി അവിടുത്തെ ദൈവരാജ്യ പ്രഘോഷണം, അവിടുത്തെ മറുരൂപപ്പെടൽ, അവസാനമായി പെസഹ രഹസ്യത്തിൻ്റെ കൗദാശിക പ്രകാശനമായ ദിവ്യകാരുണ്യത്തിൻ്റെ സ്ഥാപനം. ഈ രഹസ്യങ്ങളിൽ ഓരോന്നും ഇന്ന് യേശുവിൽ സന്നിഹിതമായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വെളിപാടാണ്. ജോർദാനിലെ മാമോദീസ ഒന്നാമതായി പ്രകാശത്തിൻ്റെ രഹസ്യമാണ്. ഇവിടെ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നവൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വർഗം മലർക്കെ തുറക്കപ്പെട്ടു. പിതാവിൻ്റെ സ്വരം അവിടുത്തെ പ്രിയപുത്രനാണെന്ന് പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് നിർവഹിക്കേണ്ട ദൗത്യം പരമേൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വന്നു. പ്രകാശത്തിൻ്റെ മറ്റൊരു രഹസ്യം അടയാളങ്ങളിൽ ആദ്യത്തേതാണ്. കാനായിൽ സംഭവിച്ചതാണത്. ആ സമയത്ത് ക്രിസ്തു വെള്ളം വീഞ്ഞാക്കുന്നു. ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ വിശ്വാസത്തിലേക്ക് തുറക്കുന്നു. വിശ്വാസികളിൽ ഒന്നാമത്തെ വ്യക്തിയായ മറിയത്തിൻ്റെ സഹായത്താൽ അങ്ങനെ ചെയ്യുന്നു. പ്രകാശത്തിൻ്റെ മറ്റൊരു രഹസ്യം വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ടും മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടും വിനയത്തോടും വിശ്വാസത്തോടും കൂടി തന്നെ സമീപിക്കുന്നവരുടെ പാപങ്ങൾ പൊറുത്തുകൊണ്ടും യേശു നടത്തുന്ന പ്രഘോഷണമാണ്. ലോകാവസാനം വരെ, പ്രത്യേകിച്ച് തൻ്റെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന അനുതാപ കൂദാശയിലൂടെ അവിടുന്ന് തുടരുന്ന കാരുണ്യത്തിൻ്റെതായ ആ ശുശ്രൂഷയുടെ ഉദ്ഘാടനമാണത്. അത്യുത്കൃഷ്ടമായ പ്രകാശരഹസ്യ മറുരൂപപ്പെടലാണ്. അത് താബോർ മലയിൽ വെച്ച് നടന്നുവെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു. പിതാവായ ദൈവം വിസ്മയസ്തബ്ധരായ സ്ലീഹന്മാരോട് അവനെ ശ്രവിക്കുക എന്നും അവനോടൊപ്പം പീഡാസഹനത്തിൻ്റെ തീവ്രവേദന അനുഭവിക്കാൻ തയ്യാറാവുക എന്നും കൽപ്പിക്കുമ്പോൾ ദൈവികതയുടെ മഹത്വം ക്രിസ്തുവിൻ്റെ മുഖത്തു നിന്ന് പ്രകാശിക്കുന്നു. അവനെ ശ്രവിക്കുന്നതും സഹനത്തിന് അവനോടൊപ്പം തയ്യാറാകുന്നതും ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്കും പരിശുദ്ധാത്മാവിനാൽ പരിവർത്തനം ചെയ്യിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്കും അവിടുത്തോടൊപ്പം വരാനാണ്. പ്രകാശത്തിൻ്റെ അവസാന രഹസ്യം കുർബാന സ്ഥാപനമാണ്. അതിൽ യേശു അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തൻ്റെ ശരീരവും രക്തവും നൽകുന്നു. താൻ ആരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കാനിരിക്കുന്നുവോ ആ മനുഷ്യവംശത്തോടുള്ള തൻ്റെ സ്നേഹം അവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ രഹസ്യങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന അത്ഭുത കർമ്മത്തിലൊഴികെ മറ്റുള്ളവയിലെല്ലാം മറിയം പശ്ചാത്തലത്തിൽ നിൽക്കുന്നു. യേശുവിൻ്റെ പ്രഘോഷണ കാലത്ത് മറിയത്തിൻ്റെ വല്ലപ്പോഴുമുള്ള സാന്നിധ്യത്തെപ്പറ്റി സുവിശേഷകർ ചുരുങ്ങിയ വാക്കുകളെ പരാമർശിക്കുന്നതേയുള്ളൂ. അന്തിമ അത്താഴത്തിലും കുർബാന സ്ഥാപനത്തിലും അവൾ സന്നിഹിതയായിരുന്നുവെന്ന് അവർ സൂചിപ്പിക്കുന്നേയില്ല. എന്നാലും കാനായിൽ വെച്ച് അവൾ ഏറ്റെടുത്ത ധർമ്മം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെല്ലാം ഒരു പ്രത്യേക വിധത്തിൽ ക്രിസ്തുവിനോടൊത്തു പോകുന്നുണ്ട്. ജോർദാനിലെ മാമോദീസയിൽ പിതാവ് നേരിട്ട് നടത്തിയതും യോഹന്നാൻ പ്രതിധ്വനിച്ചതുമായ വെളിപാട് കാനായിൽ മറിയത്തിൻ്റെ അധരങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അത് മഹത്തായ മാതൃനിർദ്ദേശമായി തീരുന്നു. മറിയം അത് ഓരോ നൂറ്റാണ്ടിലെയും സഭയോടും പറയുന്നു. അവൻ പറയുന്നതെന്തും ചെയ്യുക. ഈ ഉപദേശം ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വാക്കുകൾക്കും അടയാളങ്ങൾക്കുമുള്ള സമുചിതമായ ആമുഖമാണ്. പ്രകാശരഹസ്യങ്ങളുടെയെല്ലാം മരിയൻ അടിസ്ഥാനത്തെ അത് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു.